നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം വാർത്തകൾ അതിവേഗത്തിൽ. ഗാസയിൽ വെടിനിർത്തലിന് പുതിയ പദ്ധതിയുമായി ഇസ്രായേൽ. വെടിനിർത്തൽ 3 ഘട്ടങ്ങളിലായി. ബന്ദികളുടെ മോചനത്തിനും നിർദ്ദേശം. ഖത്തർ വഴി പദ്ധതി ഹമാസിനെ അറിയിച്ചതായി US പ്രസിഡന്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അവസാനഘട്ട പോളിംഗ് ആരംഭിച്ചു. ജനവിധി തേടുന്നത് 57 മണ്ഡലങ്ങൾ. ഫലപ്രഖ്യാപനം ചൊവ്വാഴ്ച. എക്സിറ്റ് പോൾ ഫലങ്ങൾ വൈകിട്ടോടെ. ദില്ലിയിൽ ഇന്ന് ഇന്ത്യ മുന്നണിയുടെ നിർണായക യോഗം ചേരും. തെരഞ്ഞെടുപ്പിലെ പ്രകടനവും ഭാവി പ്രവർത്തനവും ചർച്ചയാകും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ വയനാട് തിരുനെല്ലി പഞ്ചായത്തിൽ പൂർത്തിയാവുന്നത് 20 വീടുകൾ. പുതിയ വീട്ടിലെ സന്തോഷം പങ്കുവച്ച് മീന രാജു ദമ്പതിമാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരും. ഇടുക്കിയുടെ മലയോര മേഖലകളിൽ മഴ ശക്തം. മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തും. ക്ഷീരകർഷകർക്ക് 17 കോടിയുടെ ആനുകൂല്യവുമായി മിൽമ മലബാർ റീജിയൻ. പാലിന് 2 രൂപ അധിക വില നൽകാനും കുറഞ്ഞ വിലയിൽ കാലിത്തീറ്റ ലഭ്യമാക്കാനും തീരുമാനം. ദില്ലി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത്യുഷ്ണം തുടരുന്നു. രാജസ്ഥാൻ, പഞ്ചാബ്, ഒഡീഷ, ഹരിയാന, ദില്ലി, UP എന്നീ സംസ്ഥാനങ്ങളിൽ സ്ഥിതി ഗുരുതരമായി തുടരുന്നു. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ നട്ടാൽ കുരുക്കാത്ത നുണകൾ പടച്ചുവിടുകയാണെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. യാഥാർത്ഥ്യമറിഞ്ഞിട്ടും UDFും ചില മാധ്യമങ്ങളും നിജസ്ഥിതി മറച്ചുവെച്ചെന്നും ഗോവിന്ദൻ മാസ്റ്റർ. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ യൂണിഫോം വിതരണം അന്തിമഘട്ടത്തിലെന്ന് മന്ത്രി V ശിവൻകുട്ടി. വിതരണം ഉടൻ തന്നെ പൂർത്തിയാക്കും. ഇതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായും മന്ത്രി. ജീവാനന്ദം എന്ന് പേരിട്ട ആന്വിറ്റി പദ്ധതി അട്ടിമറിക്കാൻ ശ്രമം. ഈ വർഷത്തെ ബജറ്റിലാണ് ജീവാനന്ദം പദ്ധതി പ്രഖ്യാപിച്ചത്. മഴക്കെടുതി വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് കൊച്ചി മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നല്ല ചർച്ചകൾ ഉയർന്നു വരേണ്ടതുണ്ടെന്നും മേയർ. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ 19 പ്രതികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ഉപാധികളോടെയാണ് ജസ്റ്റിസ് CS ഡയസ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത്. കോഴിക്കോട് കോവൂർ ഇരിങ്ങാടൻ പള്ളിയിൽ ഹോട്ടലിലെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാനിറങ്ങിയ 2 പേർ മരിച്ചു. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ. ഹോട്ടൽ ഉടമ രാജശ്രീക്കെതിരെ അസ്വാഭാവിക മരണത്തിന് ചൊവ്വായൂർ പോലീസ് കേസെടുത്തു. യുവതിയോട് ലൈംഗികാതിക്രമം നടത്തിയ KSU പ്രവർത്തകൻ അറസ്റ്റിൽ. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ സജീവ KSU പ്രവർത്തകനായ ഹരിഹരൻ പയ്യോളിയെ പോലീസ് പിടികൂടി. കണ്ണൂരിൽ ഹജ്ജ് ഹൗസ് നിർമ്മിക്കുമെന്ന് ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നും മന്ത്രി. മത്സ്യത്തൊഴിലാളിയുടെ ബൈക്ക് കത്തിച്ചു. കൊല്ലം തങ്കശ്ശേരി സ്വദേശി പോളിന്റെ ബൈക്കാണ് കത്തിച്ചത്. ബൈക്കിൽ പെട്രോൾ ഊറ്റുന്ന സംഘമാണ് തീവെപ്പിന് പിന്നിലെന്ന് സംശയം. ആലപ്പുഴയിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളം കയറി വീട് വൃത്തിയാക്കുന്നതിനിടെ ഗൃഹനാഥൻ ഷോക്കേറ്റ് മരിച്ചു. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് പുളിങ്കുന്ന് കണ്ണാടി പുതുവൽ വീട്ടിൽ മണിയനാണ് മരിച്ചത്. കൊല്ലം ഉമേനെല്ലൂർ മാടച്ചിറയിൽ വിദ്യാർത്ഥി കുളത്തിൽ മുങ്ങി മരിച്ചു. മൈലാപ്പൂർ പുതുച്ചിറ അനീസ് ഹൈറുനീസ ദമ്പതികളുടെ മകൻ 12 വയസ്സുള്ള ഫർസീനാണ് മരിച്ചത്.
കൊച്ചിയിൽ ബൈക്ക് മോഷ്ടാവ് അറസ്റ്റിൽ. ആലപ്പുഴ എരമല്ലിക്കര ഒതറത്ത് വീട്ടിൽ സുജേഷ് കുമാറിനെയാണ് കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ ജില്ലയിലെ കുണ്ടന്നൂരിൽ വൻ വിദേശ മദ്യവേട്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ലക്ഷ്യമിട്ട് സൂക്ഷിച്ചിരുന്ന 75 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വടക്കാഞ്ചേരി പോലീസ് പിടിച്ചെടുത്തു. കണ്ണൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ശേഷമുള്ള ആഹ്ലാദ പ്രകടനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനം. ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഹരിപ്പാട് പേവിഷബാധയേറ്റ് 8 വയസ്സുകാരൻ മരിച്ചു. താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബം. തെരുവുനായ ആക്രമിച്ചെന്നറിഞ്ഞിട്ടും പേവിഷബാധയ്ക്ക് കുത്തിവെപ്പെടുക്കാൻ ഡോക്ടർമാർ തയ്യാറായില്ലെന്നും കുടുംബം. എയർ ഇന്ത്യയുടെ ദില്ലി സാൻ ഫ്രാൻസിസ്കോ വിമാന സർവീസ് 30 മണിക്കൂറിന് മുകളിൽ വൈകി. സംഭവത്തിനെതിരെ പല യാത്രക്കാരും എക്സിൽ കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ടാഗ് ചെയ്ത് രംഗത്ത്. എയർ ഇന്ത്യക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. മധ്യ റെയിൽവേ ഏർപ്പെടുത്തിയ മെഗാ ബ്ലോക്കിൽ വലഞ്ഞു മുംബൈ. പ്ലാറ്റ്ഫോം നവീകരണത്തിന്റെ ഭാഗമായി റദ്ദാക്കിയത് 930 ലോക്കൽ ട്രെയിനുകളും 76 ദീർഘദൂര വണ്ടികളുമാണ്. 63 മണിക്കൂറാണ് നിയന്ത്രണം. മധ്യപ്രദേശിലെ അശോക് നഗറിൽ 22കാരിയായ യുവതിയെ വിവാഹത്തിനിടെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. പ്രധാന പ്രതിയായ കാലു എന്ന സലിം ഖാൻ മുമ്പ് യുവതിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചിരുന്നതായി പരാതി. പ്രതി കുടുംബത്തെ ആക്രമിക്കുകയും പിതാവിന്റെ കാല് തല്ലിയൊടിക്കുകയും ചെയ്തു. മോഷണം ആരോപിച്ച് 40കാരൻ 4 വയസ്സുകാരിയെ ഇഷ്ടികയ്ക്ക് അടിച്ച് കൊന്നെന്ന് പരാതി. ഉത്തർപ്രദേശിലാണ് സംഭവം. കുട്ടി ഷമാം മോഷ്ടിച്ചെന്നായിരുന്നു ആരോപണം. ഇരുപത്തിയാറാം ആഴ്ചയിൽ ഗർഭചിത്രത്തിന് അനുമതി നൽകി ബോംബെ ഹൈക്കോടതി. ബലാത്സംഗത്തിനിരയായ 19കാരിക്കാണ് കോടതിയുടെ അനുമതി. യുവതിയുടെ മാനസിക നില പരിശോധിച്ച് മെഡിക്കൽ വിദഗ്ധരുടെ റിപ്പോർട്ട് കണക്കിലെടുത്താണ് കോടതി വിധി. ദില്ലിയിൽ നിന്നും ശ്രീനഗറിലേക്ക് തിരിച്ച വിസ്താര വിമാനത്തിന് ബോംബ് ഭീഷണി. 177 യാത്രക്കാരുമായി പോയ വിസ്താര എയർലൈൻസിന്റെ UK 611 വിമാനത്തിനാണ് ബോംബ് ഭീഷണി. തുടർ നടപടികൾ സ്വീകരിച്ചത് ലാൻഡ് ചെയ്ത് വിമാനം ഐസൊലേഷൻ ബേയിലേക്ക് മാറ്റിയ ശേഷം. ദില്ലി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത്യുഷ്ണം തുടരുന്നു. ഉഷ്ണതരംഗത്തെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിലായി ഇതുവരെ മരിച്ചത് 50ലേറെ പേർ. ഉത്തർപ്രദേശ്, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി എന്നിവിടങ്ങളിൽ പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. രൂക്ഷമായ ജലക്ഷാമം പരിഹരിക്കാൻ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ വെള്ളം ആവശ്യപ്പെട്ട് ദില്ലി സർക്കാർ സുപ്രീം കോടതിയിൽ. ജല ഉപഭോഗം ഗണ്യമായി ഉയർന്ന സാഹചര്യത്തിൽ ഹരിയാന, ഉത്തർപ്രദേശ് സർക്കാരുകളോട് 1 മാസത്തേക്ക് അധിക ജലം നൽകാൻ നിർദ്ദേശിക്കണമെന്നാണ് ആവശ്യം. മുകേഷ് അംബാനിയുടെ മകന്റെ വിവാഹ ചടങ്ങുകളുടെ ഭാഗമായി ഗുജറാത്തിലെ ജാംനഗറിലുള്ള വായുസേന വിമാനത്താവളത്തെ അന്താരാഷ്ട്ര പദവിയിലേക്ക് ഉയർത്തിയത് അറിഞ്ഞില്ലെന്ന് DGCA. ആക്ടിവിസ്റ്റ് T നരസിംഹമൂർത്തി വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിലാണ് മറുപടി. പലസ്തീൻ പിന്തുണയെ തുടർന്ന് ഫൈസ ഷഹീന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ച ബ്രിട്ടനിലെ ലേബർ പാർട്ടിക്കെതിരെ പ്രതിഷേധം. ലണ്ടനിലെ ചിക്ഫോർഡിലും വുഡ്ഫോർഡ് ഗ്രീനിലുമാണ് ഷഹീനെ മത്സരിപ്പിക്കാൻ ലേബർ പാർട്ടി തീരുമാനിച്ചിരുന്നത്. യമന് സമീപം സിമന്റുമായി പോയ ഇന്ത്യൻ ഉരു നടുക്കടലിൽ മുങ്ങിയത് ഒമാനിലെ സലാലയിൽ നിന്ന് യമന്റെ ഭാഗമായി സുക്കോത്ര ദ്വീപിലേക്ക് പോയ ഉരുവിലുണ്ടായിരുന്ന 10 പേരിൽ 9 പേരെയും രക്ഷപ്പെടുത്തി. ഒരാളെ കണ്ടെത്താനായില്ല.
കമോൺ കേരള ടിക്കറ്റ് എടുക്കുന്നവർക്ക് വമ്പൻ ഓഫറുകൾ പ്രഖ്യാപിച്ച് യുഎയിലെ പ്രമുഖ യാത്രാ സേവന ദാതാക്കളായ സ്മാർട്ട് ട്രാവൽ വഴി കമോൺ കേരള ടിക്കറ്റ് എടുത്താൽ ജോർദാനിൽ ടൂർ പോകാം. ജോർദാനിൽ 2 രാത്രി ചെലവഴിക്കാനാവുന്ന ഹോളിഡേ പാക്കേജാണിത്. ആകാശത്ത് വൈഫൈ സേവനം നൽകാൻ ഖത്തർ എയർവേസ്. വിമാനങ്ങളിൽ ഹൈസ്പീഡ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്നതിന് സ്റ്റാർലിങ്കുമായി കരാറിൽ ഒപ്പുവെച്ച് ഖത്തർ എയർവേസ്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടിൽ പ്രതിഷേധിച്ച് ബ്രസീൽ പ്രസിഡന്റ് ഇസ്രായേലിലെ അംബാസിഡറെ തിരിച്ചുവിളിച്ച അംബാസിഡർക്ക് ജനീവയിൽ പുതിയ ചുമതല നൽകിയതായി ബ്രസീൽ ഗവൺമെന്റിന്റെ ഔദ്യോഗിക ഉത്തരവ്. ഗാസയിൽ പിഞ്ചുകുഞ്ഞുങ്ങളെ അടക്കം കൊന്നൊടുക്കുകയും നിരന്തരം കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഇസ്രായേൽ സൈന്യത്തിന് ജോലിയോടുള്ള മടുപ്പ് വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. 58% പേർക്കും നിലവിൽ ഈ ജോലിയിൽ തുടരാൻ ആഗ്രഹമില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ വംശഹത്യ എന്ന് വിളിച്ച നഴ്സിനെ ജോലിയിൽ നിന്നും പുറത്താക്കി. ഫലസ്തീൻ അമേരിക്കൻ വംശജയായ ഹൈസൻ ജബാറിനെയാണ് ന്യൂയോർക്ക് സിറ്റി ഹോസ്പിറ്റൽ പിരിച്ചുവിട്ടത്. കുവൈറ്റ് KMCC യോഗത്തിൽ കയ്യാങ്കളി. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിനെതിരെ ഉൾപ്പെടെ കയ്യേറ്റമുണ്ടായതോടെ യോഗം പിരിച്ചുവിട്ടു. കയ്യേറ്റം ചെയ്തവർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുമെന്ന് നേതാക്കൾ. ആസ്റ്റർ DM ഹെൽത്ത് കെയറിന് കീഴിൽ ദുബായിൽ പുതിയ ഹോസ്പിറ്റൽ ആരംഭിച്ചു. ദുബായ് അൽ ഖിസൈസിയിലാണ് മെഡ് കെയർ റോയൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ചത്. പ്രമുഖ റീറ്റെയിൽ ശൃംഖലയായ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ കുവൈറ്റ് ഔട്ട്ലെറ്റുകളിൽ വേൾഡ് ഫുഡ് പ്രൊമോഷന് തുടക്കമായി. വിവിധ ഫുഡ് ഫെസ്റ്റ് മത്സരങ്ങളും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. UAE മലയാളി പ്രവാസി കൂട്ടായ്മ ഓർമ്മ സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവം ജൂൺ 1-2 തീയതികളിൽ ദുബായ് ഫോക്ലോർ തിയേറ്ററിൽ. കേരള സാഹിത്യ അക്കാദമി, മലയാളം മിഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത്. ഖത്തറിലെ ഇന്ത്യൻ പ്രവാസി ദേശീയ ഫുട്ബോൾ ടീമിൽ ഇടം നേടി മലയാളി താരം തഹ്സീൻ മുഹമ്മദ് ജംഷീദ്. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ഖത്തറിന്റെ 29 അംഗ ദേശീയ ടീമിലാണ് തഹ്സീൻ ഇടം പിടിച്ചത്. UAE-യിൽ ഇന്ധനവില കുറഞ്ഞു. പെട്രോളിന് 20 ഫിൽസും ഡീസലിന് 19 ഫിൽസുമാണ് കുറഞ്ഞത്. വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദുബായിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്കും പേപ്പർ ബാഗുകൾക്കും നിരോധനം. തുണിസഞ്ചികളുടെ ഉപയോഗം വർദ്ധിപ്പിക്കും. നിയമം ലംഘിക്കുന്നവർക്ക് 200 ദിർഹം പിഴ. മസ്കത്തിൽ മുന്തിരി വിളവെടുപ്പിന് തുടക്കമായി. മെയ് പകുതിയോടെ ആരംഭിച്ച വിളവെടുപ്പ് ജൂലൈ അവസാനം വരെ നീണ്ടു നിൽക്കും. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇടവേള എടുക്കുന്നതായി ബോളിവുഡ് താരം സീനത്ത് അമൻ. ഈ ഇടവേള നേരത്തെ ആസൂത്രണം ചെയ്തതല്ലെന്നും താരം.
കമൽഹാസൻ നായകനായി എത്തുന്ന ചിത്രം ഇന്ത്യൻ 2-ന്റെ മ്യൂസിക് ലോഞ്ച് നാളെ വൈകിട്ട് 6 മണിക്കായിരിക്കും ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ പുറത്തുവിടുക. കാർത്തിക് ആര്യൻ നായകനായി വരാനിരിക്കുന്ന ചിത്രം ചന്തു ചാമ്പ്യന്റെ ആദ്യ ഗാനം പുറത്ത്. സിനിമയ്ക്കായി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് റിപ്പോർട്ട്. ബിനോ അഗസ്റ്റിൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ബിഗ് ബെൻ എന്ന ഫാമിലി ത്രില്ലറിന്റെ ടീസർ പുറത്തിറക്കി. ജീൻ ആന്റണി എന്ന യുവാവിന്റെയും ഭാര്യ ലവ്ലിയുടെയും UK ജീവിതമാണ് ചിത്രത്തിന്റെ പ്രമേയം. അനു മോഹൻ, വിനയ് ഫോർട്ട്, അതിഥി രവി, മിയ, ചന്തുനാഥ് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങൾ. ആനന്ദ് മേനോൻ സംവിധാനം ചെയ്യുന്ന വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. സോഷ്യൽ മീഡിയ താരങ്ങളായ സിജു സണ്ണി, സാഫ് ബോയ്, ജോമോൻ ജ്യോതിർ, ഹാഷിർ അലൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. താരെ സമീൻ പറിന്റെ രണ്ടാം ഭാഗമായിരിക്കും സിത്താരെ സമീൻ പർ എന്ന റിപ്പോർട്ട്. ആമിർ ഖാന്റെ ഈ ചിത്രം ഡൗൺ സിൻഡ്രോം എന്ന രോഗാവസ്ഥയാണ് പ്രതിപാദിക്കുന്നത്. TS സുരേഷ് ബാബു ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സംവിധാന രംഗത്തേക്ക്. തന്റെ പുതിയ ചിത്രം DNA ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടു. മലയാളികൾക്ക് സുപരിചിതയായ ഹന്ന റജി കോശിയുടെ ക്യാരക്ടർ പോസ്റ്ററാണ് പുറത്തിറക്കിയത്. ബാങ്കിംഗ് മേഖലയ്ക്ക് പേടി സ്വപ്നമായ മാൽവെയർ വിൽപ്പനയ്ക്ക് വെച്ച് ഹാക്കർമാർ. ലോകമെമ്പാടുമുള്ള 60% ATMകളെയും ലക്ഷ്യം വെക്കാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്ന മാൽവെയർ ഡാർക്ക് വെബിലാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. റിയൽമി GT6ന്റെ ലോഞ്ച് ജൂൺ പകുതിയോടെ ഉണ്ടാകുമെന്ന് റിപ്പോർട്ട്. ഫോണിന്റെ സ്പെസിഫിക്കേഷനുകളെ അടിസ്ഥാനമാക്കിയായിരിക്കും വില നിശ്ചയിക്കുക. അതിശയിപ്പിക്കുന്ന ഫീച്ചറുകളുമായി സാംസങ് 43-ഇഞ്ച് 4K സ്മാർട്ട് ടിവികൾ എത്തുന്നു. ക്രിസ്റ്റൽ ക്ലിയർ ഡിസ്പ്ലേകൾ മുതൽ തടസ്സമില്ലാത്ത കണക്ടിവിറ്റികൾ വരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ ക്യാമറ സവിശേഷതകളോടെ iPhone Xൽ നിന്നുള്ള പുതിയ ഡിസൈനുകൾ ആപ്പിൾ തിരികെ കൊണ്ടുവരുമെന്ന് റിപ്പോർട്ട്. ഇതിൽ വലിയ ഡിസ്പ്ലേകളും പുതിയ ആന്റി റിഫ്ലക്റ്റീവ് സാങ്കേതികവിദ്യയും ഉണ്ടാകുമെന്ന് റിപ്പോർട്ട്. OnePlusന്റെ പുതിയ മോഡലായ OnePlus Nord 4 ജൂലൈ 3-ാം വാരത്തിൽ അവതരിപ്പിക്കുമെന്ന് റിപ്പോർട്ട്. 30,000 മുതൽ 35,000 രൂപ വരെയാണ് ഫോണിന്റെ വില. മാസത്തിനുള്ളിൽ കേരളം ഉൾപ്പെടെയുള്ള പ്രധാന വിപണികളിൽ 5G സേവനം നൽകാനൊരുങ്ങി VI. ട്രായ് ഡാറ്റ പ്രകാരം സംസ്ഥാനത്ത് 38%-ലേറെ ഉപഭോക്താക്കൾ തങ്ങൾക്കുണ്ടെന്നും VI. IPL ലേലത്തിൽ താരങ്ങളെ നിലനിർത്തുന്നതിൽ നിർദ്ദേശവുമായി BCCI. ഓരോ ടീമുകൾക്കും നിലനിർത്താനാകുന്നത് 3 ടീമുകളെ. റൈറ്റ് ടു മാച്ച് സംവിധാനം വഴി ഒരാളെ ടീമിൽ എത്തിക്കാമെന്നും BCCI. IPL മെഗാലേലത്തിന് മുമ്പായി താരങ്ങളെ നിലനിർത്തുന്നതിൽ നിർദ്ദേശം മുന്നോട്ട് വെച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. MD വെങ്കി മൈസൂർ റൈറ്റ് ടു മാച്ച് കാർഡുകൾ വഴി ക്ലബ്ബുകൾക്ക് താരങ്ങളെ തിരഞ്ഞെടുക്കാൻ അവസരം നൽകുമെന്നും വെങ്കി മൈസൂർ.
കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർ കരൺജിത് സിംഗ് ക്ലബ്ബ് വിട്ടു. താരം ബ്ലാസ്റ്റേഴ്സ് വിടുന്നത് ടീമിലെത്തി 2.5 വർഷത്തിന് ശേഷം. ലെജൻഡ്സ് ലോക ചാമ്പ്യൻഷിപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ടീം ഇന്ത്യ ചാമ്പ്യൻസിനെ യുവരാജ് സിംഗ് നയിക്കും. ജൂലൈ 3 മുതൽ 13 വരെ UK-യിലാണ് ടൂർണമെന്റ്. ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡിന്റെ പിന്തുണയോടെയാണ് മുൻ ലോക ചാമ്പ്യന്മാർ അണിനിരക്കുന്ന ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. യുറുഗ്വേയുടെ ഇതിഹാസ സ്ട്രൈക്കർ എഡിൻസൺ കവാനി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. 37-കാരനായ കവാനിയുടെ വിരമിക്കൽ പ്രഖ്യാപനം കോപ്പ അമേരിക്ക ടൂർണമെന്റ് പടിവാതിക്കൽ എത്തി നിൽക്കും. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം അസം ഖാനെതിരെ പ്രതിഷേധവുമായി ആരാധകർ. പാകിസ്ഥാൻ മുൻ താരം മൊയിൻ ഖാന്റെ മകനായതിനാലാണ് അസം ഖാൻ ടീമിൽ ഇടം പിടിച്ചതെന്ന് വിമർശനം. അന്താരാഷ്ട്ര ഫുട്ബോൾ അസോസിയേഷനെതിരെ സമരത്തിനൊരുങ്ങി താരങ്ങൾ. മത്സരങ്ങളുടെ സമയക്രമം ക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ഫെബ്രുവരി മുതൽ ക്രമീകരണം ഏർപ്പെടുത്തണമെന്ന് താരങ്ങൾ. ഫുട്ബോൾ ഇതിഹാസം മറഡോണയുടെ ഗോൾഡൻ ബോൾ പുരസ്കാരം ലേലം ചെയ്യുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി തള്ളി. പുരസ്കാരം മോഷണം പോയെന്നാരോപിച്ച് മറഡോണയുടെ മക്കൾ സമർപ്പിച്ച ഹർജി തള്ളിയത് ഫ്രഞ്ച് കോടതി. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.